വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള കോഴിക്കാലാണ്. അപ്പോൾ കോഴിക്കാലെന്ന് പറയുമ്പോൾ ഇതിൽ ചിക്കൻ ഉപയോഗിച്ചിട്ടില്ല, കപ്പ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ കപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. കോഴിക്കാല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കപ്പയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1.5 കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് ചില കപ്പ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റാറില്ല, മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളത്തിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തിളച്ച വെള്ളത്തിൽ കപ്പ ഇട്ട് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും പറ്റും. പിന്നെ കപ്പയുടെ ആ ഒരു ഹാർഡ്നെസ് ഉണ്ടാവുകയും ചെയ്യില്ല. ഈ ഒരു രീതിയിലാണ് കപ്പ കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല കട്ടിയായി പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല കനം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നാൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചർ കപ്പയ്ക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു സമയത്ത് കപ്പ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ പാകത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു കൂട്ടിൽ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിക്കാം, വിട്ടുപോയതാണ്. അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം, കൂടി പോവരുത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ ചേർക്കുന്നത് നമ്മുടെ കോഴിക്കാല് നല്ല ക്രിസ്പി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പുവെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പതുക്കെ ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് കപ്പയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു കൂട്ട് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതൊരു ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കപ്പ പിടിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇതുപോലെ നീളത്തിലാക്കിയെടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കപ്പ കുറച്ച് കൂടുതലെടുത്ത് നീളത്തിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത്
മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ കപ്പയും ഒട്ടിപ്പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ വേറിട്ട് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് വേറിട്ട് നിൽക്കും. അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ട് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കില്ല. ഒരു ഭാഗം കുക്കായിട്ട് വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാല് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ കപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.